ഹായ് ഓൾ, ബിഗ് ബോസ് മലയാളം സീസൺ 7 BB ഹോട്ടൽ ടാസ്ക്. വരും ദിവസങ്ങളിലെ കാര്യം അറിയില്ല. ഒന്നാം ദിവസം ഏതായാലും പൊളിഞ്ഞു പോയൊരു ടാസ്ക് ആയിട്ടാണ് BB ഹോട്ടൽ തോന്നിയത്. ടാസ്കിന് ഗംഭീര പ്ലോട്ടൊക്കെയാണ് ബിഗ് ബോസ് സെറ്റ് ചെയ്ത് കൊടുത്തത്. കണ്ടസ്റ്റൻസിന് റോൾസും അസൈൻ ചെയ്ത് കൊടുത്തു. ഹോട്ടൽ മുതലാളിയുടെ മകളും ബോയ് ഫ്രണ്ടുമായിട്ട് ആദിലയും ആര്യനും ആയിരുന്നു. ജനറൽ മാനേജറായിട്ട് ലക്ഷ്മി, മാനേജറായിട്ട് അനുമോള്, അസിസ്റ്റന്റ് മാനേജറായിട്ട് അക്ബർ റന, ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് നെവിൻ, ഹെഡ് ഷെഫായിട്ട് ബിന്നി, അസിസ്റ്റൻസ് ആയിട്ട് ഒനീല്, ജിഷിൻ, റഷ്യയിൽ നിന്ന് അടവുകൾ പഠിച്ചിട്ട് വന്ന സെക്യൂരിറ്റി ആയിട്ട് ജിസൈല്, റൂം സർവീസും ഹൗസ് കീപ്പിംഗും ഷാനവാസും അനീഷും, ഒരു മാജിക്കൽ സ്റ്റാച്ചു ആയിട്ട് സാബുമാൻ, കൂടാതെ ജെന്റേഴ്സ് ആയിട്ട് നൂറെ അഭിലാഷിനെയും അസൈൻ ചെയ്തു. വർക്കിലെ പെർഫോമൻസിനനുസരിച്ച് ജനറൽ മാനേജറായ ലക്ഷ്മിക്ക് 10 സ്റ്റാറുകൾ വീതം 3 റൗണ്ടുകളിലായിട്ട് സ്റ്റാഫിന് നൽകാൻ സാധിക്കും. മുതലാളിയുടെ മകള്, ഫ്രണ്ട്, ജനറൽ മാനേജർ ഇവർക്കൊക്കെ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് നേരിട്ട് പങ്കെടുക്കാനുള്ള അവസരം ലഭിക്കും. ടാസ്കിൽ കൂടുതൽ കോയിൻസ് നേടിയാൽ അനീഷിനും അക്ബറിനും ഒക്കെ നേരത്തെ കിട്ടിയ വലിയ പണികൾ ഒഴിവാക്കാനുള്ള ഒരു അവസരമുണ്ട്. മുതലാളിയുടെ മകൾക്ക് ടാസ്കിനിടയിൽ പ്രത്യേക അവകാശം ലഭിക്കുന്ന ഒരു ബോക്സ് ലഭിക്കും. ഇതൊക്കെയാണ് ബിഗ് ബോസ് ടാസ്കിൽ കൊടുത്തിരിക്കുന്ന അവസരങ്ങൾ. ഷിയാസ്, ശോഭയൊക്കെ ഹൗസിലെത്തി എല്ലാവരും ചേർന്ന് വെൽക്കം ചെയ്തു. ചലഞ്ചേഴ്സ് എന്ന ലേബലിലാണല്ലോ അവർ എത്തിയത്. എന്നാൽ അവർ കളി പറഞ്ഞു കൊടുക്കാനും തിരുത്താനും ആശ്വസിപ്പിക്കാനും പാമ്പർ ചെയ്യാനും ദേഷ്യം തീർക്കാനും ഒക്കെ ആയിട്ട് പുറത്തുനിന്ന് വന്ന 2 ദിവസം നിൽക്കുന്ന വൈൽഡ് കാർഡ്സിനെ പോലെയാണ് തോന്നിയത്. അതും പൊട്ടിപ്പോവുകയും ചെയ്തു. ശോഭ ഡയമണ്ട് മർച്ചന്റ് ആണ്. ഷിയാസ് ഇന്റർനാഷണൽ ലെവലിലുള്ള ലക്ഷറി കാർ ഡീലറാണ്. ശോഭ ലക്ഷ്മിയാണ് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്തത്. ശോഭ 3 പ്രാവശ്യത്തോളം ലക്ഷ്മിയോട് പൊടിയാണ്, അഴുക്ക് പോട്ടെ എന്ന് പറഞ്ഞ് കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. കൂടാതെ ബക്കറ്റും ചൂലും എടുത്ത് ജനറൽ മാനേജറായ ലക്ഷ്മിയെ കൊണ്ട് ഫ്ലോർ വരെ ക്ലീൻ ചെയ്യിച്ചു. ലക്ഷ്മിയോട് ആദില നൂറ ഇഷ്യൂ റിലേറ്റഡ് ആയി സംസാരിക്കുമ്പോൾ അത് നോർമലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ലക്ഷ്മി പറഞ്ഞു. കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലെന്നും പറഞ്ഞു. ശോഭ അത് കേട്ട് തുമ്മിയിട്ട് വീണ്ടും പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. ഇടയ്ക്ക് അനു, ജിസൈൽ ഇഷ്യൂ ഒക്കെ പറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഷിയാസ് അനുമോളോട് പ്ലാച്ചി എവിടെയെന്ന് തിരക്കി. എന്തെങ്കിലും ഗെയിം ചെയ്യാനായിരിക്കും എന്ന് വിചാരിച്ച് അനുമോള് പ്ലാച്ചി എടുത്തു കൊടുത്തു. ഷിയാസ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പ്ലാച്ചിയെ വീടിന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞു. അനുമോൾ അലമുറയിട്ട് കരഞ്ഞു. ദേഷ്യത്തിൽ ഗ്ലാസ് ഡോറിൽ തലയിടിക്കുന്നു, ഷിയാസിനെ ഇടിക്കുന്നു. പിന്നെ എപ്പിസോഡിൽ കാണിച്ചില്ല, ശോഭയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സമാധാനിപ്പിക്കലും മോട്ടിവേഷനും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അനുമോൾ ഓക്കെ ആയി. പ്ലാച്ചി പോണേ പോട്ടെ അല്ലേ. ഷിയാസ് പുറത്തെ കാര്യങ്ങൾ ചെറുതായിട്ട് പലരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്യണമെന്നും പുറത്തെ കാര്യങ്ങൾ പറയരുതെന്നും ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും പല ഘട്ടങ്ങളിലും ആളുകൾ കൂട്ടമായിട്ട് ഗസ്റ്റുകളുടെ പുറകെ കൂടുന്നത് കാണാമായിരുന്നു. പിന്നെ ജനറൽ മാനേജറായ ലക്ഷ്മി സ്റ്റാറുകൾ കൊടുക്കുന്നു. ബാത്റൂം ടീമിനും കിച്ചൺ ടീമിനും ഡോക്ടറിനും അനീഷിനും ഷാനവാസിനും ഒക്കെ കോയിൻസ് കിട്ടി. പിന്നെ ബെഡൊക്കെ പോരാന്ന് ശോഭ പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ടും ശോഭയുടെ ശോഭകൾ പിന്നെയും ബാക്കി. ബോയ് ഫ്രണ്ടിനെ പോസ്റ്റാക്കി നിർത്തിയിട്ട് അതിലെ കൊണ്ട് നൂറെ പ്രപ്പോസ് ചെയ്യിക്കുന്നു. അനുമോളെ മേക്കപ്പ് ഇട്ട് യക്ഷിയാക്കാൻ ജിസൈലിനോട് പറയുന്നു. അനീഷിനോട് സ്റ്റാച്ചു ആയി നിൽക്കാൻ പറഞ്ഞിട്ട് ശോഭ ജിസൈലിനെ കൊണ്ട് അനീഷിനെ സുന്ദരിയെ പോലെ മേക്കപ്പ് ചെയ്യിക്കുന്നു. അനീഷ് അതിന് സ്റ്റാച്ചു ആയി തന്നെ നിന്ന് കൊടുത്തു. പിന്നീട് കോയിൻസ് അല്ലെങ്കിൽ സ്റ്റാർ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ അനീഷ് പരിഗണിക്കപ്പെടാതെ പോയി. അപ്പൊ അനീഷ് ആ ഒരു കാർഡ് ഇറക്കി ഗെയിം കളിച്ചു. അനീഷിന്റെ ഭാഗത്ത് നോക്കിയാൽ ശരിയാണ്, അനീഷിന് ഇഷ്ടമല്ലാതിരുന്നിട്ടും അപമാനം തോന്നിയിട്ടും ആ ഒരു ടാസ്കിന് വേണ്ടി അങ്ങനെ നിന്നു കൊടുത്തത് കോയിൻസ് അല്ലെങ്കിൽ സ്റ്റാർ കിട്ടാൻ വേണ്ടിയായിരുന്നു. അത് കിട്ടിയുമില്ല, അപമാനിക്കപ്പെടുകയും ചെയ്തു. അത് അനീഷിന് ബുദ്ധിമുട്ടായി. അനീഷ് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ജനറൽ മാനേജർ ഇടപെട്ടില്ലെന്നാണ് പറയുന്നത്. മാനേജറും ജനറൽ മാനേജറും അതിന്റെ മുകളിലുള്ളവരും ഒന്നും മൈൻഡ് ചെയ്യാതിരുന്നത് അനീഷിന്റെ ഗെയിമാണെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും. പക്ഷെ ഇത് ഹോട്ടൽ ടാസ്ക് ആണ്. ജീവനക്കാർക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞവർക്ക് നിൽക്കാമായിരുന്നു. അനീഷ് ഫുഡ് കഴിക്കാൻ കൂട്ടാക്കാതെ ബഹളം തന്നെ ബഹളം. പലരും ഫുഡ് കഴിക്കാൻ പറഞ്ഞു നോക്കി, നടക്കുന്നില്ല. പിന്നീട് ഷിയാസ് അനീഷിന് ഫുഡ് കൊടുത്തു. ആ ഒരു സ്നേഹത്തിന് മുന്നിൽ അനീഷ് ഫുഡ് കഴിച്ചു. അനീഷിന്റെ പിണക്കം പിന്നെയും ബാക്കി. ശോഭ വരുന്നു, മാപ്പ് പറയുന്നു, കരയുന്നു. എന്ത് ചലഞ്ചേഴ്സ് ആണ്. അനീഷിന്റെ ഗെയിമിൽ ശരിക്കും പറഞ്ഞാൽ ശോഭ മൂക്കും കുത്തി വീണു. ഇവർ ചലഞ്ചേഴ്സ് അല്ലേ, ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ലേ, ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് വന്നതല്ലേ. ഇവർ രണ്ടുപേരും തോൽവിയായി പോയി. ഷിയാസ് മാസമായിട്ട് പ്ലാച്ചി എറിഞ്ഞു കളയുന്നു. പിന്നീട് അതിൽ ചെറിയൊരു വിഷമം തോന്നുന്നു. ശോഭ അനീഷിനൊരു ടാസ്ക് കൊടുത്തു. പിന്നീട് നോക്കിയപ്പോൾ ശോഭ കരയുന്നു. ഇങ്ങനെ ഒരു കാര്യം മര്യാദയ്ക്ക് നേരെ നിന്ന് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് വലിഞ്ഞു കയറിപ്പോയത്. മൊത്തത്തിൽ അവർ ആ ഒരു ടാസ്ക് കുളവാക്കി. നന്നായിട്ട് ഇതിനു മുമ്പ് പലരും കളിക്കാമായിരുന്ന ഒരു ടാസ്ക് അവർ മൊത്തത്തിൽ കുളവാക്കി. എനിവേ ഇനിയും ചലഞ്ചേഴ്സ് വരുന്നുണ്ട്. അവർക്കെങ്കിലും ഈ ദുരവസ്ഥയിൽ നിന്ന് മാറി നമ്മളെ എന്റർടൈൻ ചെയ്യാൻ പറ്റുമോ നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക്